ഹലോ, ഇന്നുണ്ടല്ലോ കാലത്തൊരു ഡ്രസ്സ് എടുത്തപ്പോഴേക്കും എന്താ കണക്കണോ എല്ലാം കൂടിയിട്ട് എൻ്റെ നെഞ്ചത്തേക്ക്. അപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാം എന്തായാലും ഒതുക്കി വെക്കാമെന്ന്. കുറേ അലമാരയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ആവശ്യമുള്ളതില്ലാത്തൊക്കെ മാറ്റി മറിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇത് കഴിയുമ്പോഴേക്കും ഉച്ചയാവും. എന്തായാലും പണികളൊക്കെ തുടങ്ങാം. ആദ്യം തന്നെ ഷർട്ടിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നെ പോലെ തന്നെ എൻ്റെ ഭർത്താവ് അതായിട്ടൊരു ഡ്രസ്സ് പ്രേമിയാണ്. ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ചിട്ടാണ് ഡ്രസ്സൊക്കെ എടുക്കാറ്. കാരണം എനിക്കും ആൾക്കും ഒരേ വൈബാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ പണ്ടൊക്കെ ആൾ കല്യാണത്തിന് മുമ്പ് കേട്ടോ ഷർട്ട് പ്ലെയിൻ മാത്രമായിരുന്നു ഇടാറുള്ള, പ്ലെയിൻ കളറുകളായിരുന്നു. പിന്നെ പിന്നെ ഞാൻ കല്യാണ ശേഷം ഞാൻ പറയും പ്ലെയിൻ ഷർട്ട് എല്ലാം ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ പിന്നെ ചെക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂടുതലും ചെക്കാണ് ഇപ്പോൾ എടുക്കാറ്. പ്ലെയിനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ കളറും ഉണ്ട്. ഒരു ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്, കാരണം ആൾക്ക് എല്ലാ കളർ ഷർട്ടും ഉണ്ട്. അപ്പോൾ ഏതെടുക്കും എന്നുള്ളൊരിതാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ കൂടുതലും ചെക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഷർട്ട് തന്നെ എടുത്ത് വയ്ക്കുമ്പോഴേക്കും ഇന്നൊരു നേരമാവും. മോളുടെ ഡ്രസ്സ് മാത്രം ഞാൻ എടുത്തിട്ടില്ല, കാരണം മോളുടെ ഏറ്റവും മുകളിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കി വെക്കണ ഒരു ഭാഗമാണ് അത്. കാരണം അവൾക്ക് ഇപ്പം അങ്കൻവാടിയിലൊക്കെ പോകണ കാരണം അത് ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത് കാരണം അതിപ്പോഴും ഒതുക്കിയിട്ട് തന്നെയാണ് ഞാൻ വെക്കാറ്. അപ്പോൾ ഷർട്ടിൻ്റെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഷർട്ടൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. എൻ്റെ സെക്ഷനിലെന്ന് പറയുകയാണെങ്കിൽ കൂടുതലും ഞാനെല്ലാം ഈ ഒരു ഇതിൽ വെച്ചേക്കാണ്. അപ്പോൾ അത് കാരണം അതൊന്നും ഒരുപാട് നാശമായിട്ടൊന്നും ഇല്ല. ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ മടക്കി വെച്ചാൽ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊരുപാട് തുറന്നിനി നമ്മൾ കൂടുതൽ നാശമാക്കണ്ട. അപ്പോൾ അതങ്ങനെ തന്നെ അങ്ങോട്ട് കയറ്റി വയ്ക്കാം. അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു സ്റ്റോറേജ് ബോക്സ് പോലത്തെ ബോക്സ് എന്നല്ല, സ്റ്റോറേജ് ബാഗ് അതിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ കുറച്ച് അത്യാവശ്യം എവിടേക്കെങ്കിലും പോണത് മാത്രമാണ് ഞാൻ പുറത്ത് വയ്ക്കാറുള്ളൂ. അപ്പോൾ ഈ ചുരിദാർ കണ്ടോ, ഇതെൻ്റെ ഭർത്താവ് എനിക്ക് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എടുത്തതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ബ്ലാക്ക് ഓൾറെഡി നല്ല ഇഷ്ടമാണ്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഡിസൈനൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചില നേരത്തൊക്കെ നല്ല സെലക്ഷനാണ്, ചില നേരത്ത് കൊണ്ടുവരാൻ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. പക്ഷെ ഇതെനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത് എന്തെങ്കിലുമൊക്കെ തയ്ച്ചിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചു. തയ്ക്കണതാകുമ്പോൾ പിന്നെ എടുത്ത് അങ്ങനെ വെക്കും. തയ്ക്കാനുള്ള മടി കാരണം പിന്നെ അതങ്ങനെ പുറത്തേക്ക് എടുക്കാറില്ല. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ബാക്കി ഇനി എന്താ, വീട്ടിലല്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാനത് പുറത്ത് വയ്ക്കും. അപ്പോൾ എപ്പോഴും അത് തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അടുത്തത് മുണ്ടാണ്. മുണ്ടിൻ്റെ കാര്യം വരുമ്പോഴാണ് പിന്നെ അടുത്ത പ്രാന്താവുക. കാരണം കുറേ എണ്ണമുണ്ട്. പിന്നെ ഓരോ ഓണവും വിഷുവൊക്കെ വരുമ്പോൾ പുതിയത് എടുത്തിട്ട് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒതുക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ സമാധാനമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.